ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ വരുണിനോട് സംസാരിക്കാൻ ചെന്നല്ലേ? അവനോട് സ്നേഹത്തോടെ പെരുമാറാൻ ചെന്നല്ലേ? അതെ, പക്ഷേ അവൻ തല്ലിയതോ ചീത്ത പറഞ്ഞതോ ഒന്നും നീ മനസ്സിൽ വെക്കണ്ട. പിന്നെ ഇങ്ങനെ തത്തിക്കളിച്ച് അവന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല. ആണുങ്ങളെ എപ്പോഴും സ്നേഹം ആഗ്രഹിക്കും. നീ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയ മതി. സുന്ദരിയായ നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? വരുണല്ല, സകല ആണുങ്ങളും നിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീഴും. ചെറിയമ്മ, എടി, ബുദ്ധി ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. പ്രയോഗിക്കേണ്ട നേരത്ത് പ്രയോഗിക്കണം, മനസ്സിലായോ? ചെല്ലങ്ങോട്ട് ചെല്ല്. ചെറിയമ്മ, പോ. ഒരു നല്ല തല്ല് കാണാനുള്ള അവസരം ഞാൻ എന്തിനാ ചുമ്മാ കളയുന്നേ? പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുതെന്ന്. നിന്നെ ഉണ്ടല്ലോ ആടിച്ചു. വരുൺ, നീ എന്തേ കാണിക്കുന്നേ? പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നാശം പിടിച്ചവളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടരുതെന്ന്. വരുൺ, നീ ഒന്ന് അടങ്ങ്. അടങ്ങണോ? എങ്കിൽ അമ്മ ഇവളോട് പറ, ഇനി എന്റെ നിഴലി വിടുന്ന സ്ഥലത്ത് പോലും വന്നു പോരുതെന്ന്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടമ്മേ, പേടിക്കാനും നാടുവിടാനും ഞാനില്ല. ഞാനേ ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ. എന്റെ രാധയെ ഞാൻ കണിമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അമ്മയെ കൊണ്ട് ഞാൻ അവളുടെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യും. മനസ്സിൽ വെച്ചോ. എടാ, വരൂ. പ്രിയങ്കേ, മോളെ എണീക്ക്. വാ. എന്തൊക്കെയായിട്ട് ഈ നടക്കുന്നേ? അധികം താമസിയാതെ കണിമംഗലത്തൊരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് നാട്ടുകാർ പറയും. നീ വാ മോളെ, വാ. ഇനി ഒരിക്കലും ഞാൻ പറയുന്നത് എന്റെ മോൻ അനുസരിക്കില്ല അല്ലേ അമ്മേ? അവനും എന്നോടൊരു തരി ഇഷ്ടമില്ല, വെറുപ്പ് മാത്രമേ ഉള്ളൂ. രാധികയെ അവനെയും പരമേശ്വരൻ പുറത്താക്കിയപ്പോ നീ ഇവിടെ തളർന്നു വീണു. അവൻ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോകാതെ അവൻ നിന്റെ അടുത്ത് കാവലിരുന്നു. അത് അവന് നിന്നോടുള്ള സ്നേഹോ. അത് നീ കണ്ടാലും കണ്ടില്ലെങ്കിലും. പത്മിനി, അവൻ ഒരു ഒറ്റ പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് രാധികയെ.